ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 യഥാർത്ഥ ഗെയിം ചേഞ്ചേഴ്സ് അതൊരിക്കലും കണ്ടസ്റ്റൻസോ ബി മേക്കേഴ്സോ ബിഗ് ബോസോ ഒന്നും തന്നെയല്ല. അത് ജിസേലിൻ്റെയും ആര്യൻ്റെയും അമ്മമാരാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പുറത്തു നിന്നും ഇവരുടെ കോംബോ പക്ക നെഗറ്റീവാണ്. ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പുറത്ത് നെഗറ്റീവായാണ് പോയിരിക്കുന്നത് എന്നത് ബി ഹോട്ടൽ ടാസ്കിലെ ഗസ്റ്റുകൾ ഉൾപ്പെടെ പലരും, വൈൽഡ് കാർഡും അങ്ങനെ പലരും വന്ന് പറഞ്ഞിട്ടും അവരതൊന്നും മൈൻഡ് ചെയ്യാതെ ഇമേജ് കോൺഷ്യസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് എന്തും ആയിക്കോട്ടെ, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് വലുത്, ഞങ്ങളുടെ ഒരു റിലേഷനാണ് വലുത് എന്ന് പറഞ്ഞ് നടന്നിരുന്ന രണ്ട് വ്യക്തികളാണ് ആര്യനും ജിസേലും. ഇവർ തമ്മിലുള്ള ഈ ഒരു റിലേഷൻ, ഇത് സത്യത്തിൽ ഫ്രണ്ട്ഷിപ്പാണോ, ഫ്രണ്ട്ഷിപ്പിന് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ആണോ എന്ന ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വന്നപ്പോഴും അതിനൊന്നും യഥാർത്ഥത്തിലുള്ള ക്ലാരിഫിക്കേഷൻ കൊടുക്കാതെ ഞങ്ങൾക്ക് ഞങ്ങളെ അറിയാം എന്ന് പറഞ്ഞ് നടന്ന രണ്ട് വ്യക്തികൾ. എന്നാൽ അവരുടെ അമ്മമാർ വന്ന സമയത്ത് എന്താണ് അവർക്ക് സംഭവിച്ചത്? ജിസേലിൻ്റെയും ആര്യൻ്റെയും അമ്മമാർ, ഇവർ രണ്ടുപേരും പരസ്പരം രണ്ട് കണ്ടസ്റ്റൻസിനെയും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് ജിസേലിൻ്റെ അമ്മ വ്യക്തമായി നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ആര്യനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആര്യൻ്റെ അമ്മയും ജിസേലിനെ മാത്രം അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ, എന്നാൽ ജിസേലിനോട് ഒരുപാട് അടുപ്പം കാണിച്ചില്ല, എങ്കിൽ അടുപ്പം കാണിച്ചു എന്നുള്ളൊരു മട്ടിലാണ് ജിസേലിനോട് സംസാരിച്ചത്. ഇറങ്ങുന്ന സമയത്തൊക്കെ ജിസേലിനോട് പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ രണ്ടുപേർക്കും പുറത്ത് ഇവരുടെ ഈ ഒരു കോംബോ നെഗറ്റീവാണ്. അവരുടെ വീട്ടുകാർക്കും ഇതിനോട് താല്പര്യം ഇല്ല എന്നുള്ള ഒരു ഹിൻഡ് ഇവർക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരോടും സെപ്പറേറ്റ് ബെഡിൽ കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുറത്ത് ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നോണം ഇന്നലെ രണ്ടുപേരും മാറിക്കിടക്കുകയായിരുന്നു. അത് മാത്രമല്ല, ഇന്നലെ ആര്യനും ജിസേലിനും തമ്മിലുള്ള ഈ ഒരു റിലേഷൻ ഇത് പരിധി വിടുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഒനിയിൽ അവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതേ വിഷയത്തെക്കുറിച്ച് അക്ബർ ജിസേലിനെ കുറിച്ച് ഇക്കാര്യം സംസാരിക്കുന്നുണ്ട്. ജിസേൽ പോയിട്ട് ഈ കാര്യങ്ങൾ ഒനീലിനോട് സംസാരിക്കുന്നുണ്ട്. ഒനീൽ ഇവിടെ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നുണ്ട്, നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല. കാരണം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ആ പറഞ്ഞ വ്യക്തിയെ റോസ്റ്റ് ചെയ്യും എന്നതിനെപ്പറ്റി വ്യക്തമായി ഇവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഇവർ പേടിച്ച് പിന്മാറുകയാണ്. എന്നാൽ അനുമോളായിക്കോട്ടെ കറക്റ്റായി ലാലേട്ടന് മുൻപിൽ ആ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞാൻ കണ്ടു. ഇത് തന്നെ ഇത്രയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ ഒരു വ്യക്തി ഇത്രത്തോളം ധൈര്യത്തോടു കൂടി പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഇല്ലാതിരിക്കുമോ എന്നുള്ളൊരു സംശയം കൂടി നമ്മളത് ബാക്കി വെച്ചിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമാകുന്നു. കാലം തെളിയിച്ചതാണോ അനുമോൾ പറഞ്ഞ കാര്യം എന്നതൊക്കെ ഇനി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. വരും ദിവസങ്ങളിൽ തീർച്ചയായും ഈ ഒരു വിഷയത്തിന്മേൽ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവിടെയുള്ള ആരെങ്കിലുമൊക്കെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായി തുറന്ന് പറയും. അതിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഒനിയിലായിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ ഈ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒനിയിൽ ആ കാര്യം കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വരെ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ലാലേട്ടന് മുൻപിൽ പറയാൻ എല്ലാവർക്കും പേടിയാണ്. പക്ഷേ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കൂടുതലായിട്ട് ഈ വിഷയത്തിലോട്ട് ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഇന്നലെ ഒനിയിലും അക്ബറും പറഞ്ഞ ആ കാര്യങ്ങളും ജിസേലിൻ്റെ മറുപടിയും, ജിസേൽ പറഞ്ഞ ആ ഒരു മറുപടി എനിക്കങ്ങോട്ട് തൃപ്തിപ്പെടുന്നില്ല. കാരണം ജിസേൽ എവിടേക്കോ എന്തൊക്കെയോ തട്ടിമുട്ടി എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് ജിസേലിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. മാത്രമല്ല വീട്ടുകാരോട് വന്നതോടുകൂടി ഇവിടെ രണ്ടുപേരുടെയും ഗെയിം ചേഞ്ച് ആയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയൊരു ഫാക്ട്.